കൊത്തുണ്ട് ഇയാളൊന്നും ബഹളം വെക്കാതെ. അയ്യോ കോപ്പുണ്ട്. ഇയാൾ നേരത്തെ ബഹളം വെക്കാതെ, ഇതിപ്പോ അത് കിട്ടിപ്പോയനെ. എന്റെ അളിയാ ഭയങ്കര ഇടിന്ന് വെച്ചാ പറയല്ലേ, ഭയങ്കര ഇടി. ഇടിയോ? എവിടെ? എന്തോ പ്രശ്നം? എന്താ പ്രശ്നം? എവിടെ ഇടി? എന്തോ പ്രശ്നം? എന്തുവാ അളിയ ആരുവാട്ടാ? എവിടാ പ്രശ്നം? എടാ ഞങ്ങളപ്പുറത്തെ ആ ബോംബെക്കാരൻ വിക്രമണ ഇല്ലടാ, അയാള് ഭയങ്കര അലമ്പ്. ഈ വിക്രം എന്ന് പറഞ്ഞാല് മീകച്ചവടമൊക്കെ ചെയ്തോണ്ടിരുന്ന ആളാണോ? ആ തന്നെ, അയാളോട്ട് എന്തോ പ്രശ്നം അവിടെ? എടാ മറ്റേ ഉണ്ണിയണ്ണ ഇല്ലയോ, വേലി കെട്ടിയത് അങ്ങോട്ട് കേറിപ്പോയെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയണ്ണ നെഞ്ചത്ത് കയറി പിടച്ചുകയാണ്. അതാണോ പ്രശ്നം? ആളതൊക്കെയാ. അയാൾ മീൻ കച്ചവടമൊക്കെ നടത്തി അങ്ങ് ബോംബെ പോയി ഗുണ്ടയായില്ലയോ അന്ന് ജഗന്നാഥനുള്ള സമയത്ത്. അല്ലെ ഏത് ജഗന്നാഥന്റെ കാര്യമോ പറഞ്ഞ? ഏത് തെക്കാവിളല്ലേ ജഗന്നാഥനോ? നമ്മുടെ 6-ാം തമ്പുരാനിലെ ജഗന്നാഥൻ, നമ്മുടെ ലാലേട്ടൻ. എന്നിട്ട് അതിൽ ലാലേട്ടൻ പറയുന്നില്ലേടാ, ധാരാവിയിലെ ഒരു ചേരി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച കഥ. അന്ന് ലാലേട്ടന്റെ കൂടെ ഈ വിക്രമണനും ഉണ്ടായിരുന്നു. ആണടാ സത്യം. അന്ന് ഒറ്റ രാത്രി കൊണ്ട് ചേരി ഒഴിപ്പിച്ചിട്ട് മോഹൻലാലിങ്ങി പോയിരുന്നു. പിന്നെ ഈ വിക്രമണ പോലീസുകാരന്റെ നോട്ടപ്പുള്ളിയായി. പുള്ളിക്കാരന് പിന്നെ വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ പുള്ളി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിലാണ് കിടന്നുറങ്ങിയത് മൊത്തം. അപ്പൊ വെള്ളം എങ്ങനെ പോകണ? വെള്ളം എങ്ങനെ പോകുന്നതൊക്കെ നിനക്ക് പറഞ്ഞുതരാം ഞാൻ. ഇപ്പൊ ഇത് കേക്ക്. പോലീസ് ഇയാളെ അന്വേഷിച്ച് ബോംബെ മുഴുവൻ ചുറ്റി നടക്കുമ്പോഴേ ഇയാളാ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിനകത്ത് നൂറ്റാണ്ടുകളാണ് താമസിച്ചത്. നൂറ്റാണ്ടുകളോ? അല്ല, 10-20 ദിവസം. എടാ ഈ ജപ്പാന്റെ കുടിവെള്ള പദ്ധതി എങ്ങനെയാണ് ഇന്ത്യ വന്നത്? അത് ശരിയല്ലയാ. എല്ലാ മലയാളികൾക്കുള്ള ഒരു സംശയം, ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി എങ്ങനെ ഇന്ത്യയിൽ വന്നതെന്ന്. അതെ, 2 കുടിവെള്ള പദ്ധതിയാ അമേരിക്കയിൽ നിന്ന് കൊടുത്തു വിട്ടത്, അതും ട്രെയിനിനകത്ത്. എടാ ഇതിനിടയിൽ അവന്മാർ അഫ്ഗാനിസ്ഥാൻ അങ്ങോട്ട് എത്തിയപ്പോഴേ ചായ കുടിക്കാനാ എന്തോ ഇറങ്ങി. അവന്മാര് ചാരായം കുടിച്ചെന്നാ പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോ അറിഞ്ഞത്. അടിച്ചു തെറ്റി അവന്മാര് വണ്ടി മാറി കയറി. എടാ അങ്ങനെ ഇന്ത്യയുടെ കുടിവെള്ള പദ്ധതി ജപ്പാനിലോട്ട് പോയി, ജപ്പാന്റെ കുടിവെള്ള പദ്ധതി ഇന്ത്യയിലോട്ടും വന്നു. അയ്യോ, ഈ വെള്ളത്തിൽ വീണങ്ങ് ചത്താ മതിയായിരുന്നു മൈൻഡ്.